ടി സിൽക്സ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ ആരെങ്കിലും ഒരാളെ ഇങ്ങോട്ട് വന്നേ, എന്തിനാ ഹെൽപ്പ് ചെയ്യാൻ വന്നേ? ഈ സാരി ഞാന് പേര് സജി. എനിക്ക് ഇവിടെ എല്ലാവരുടെ പേരൊന്നും അറിയത്തില്ല. പേര് ബിബി. ഷാജിബ് പാപ്പൻ. ഞങ്ങൾ തമ്മിൽ നേരത്തെ ഫ്രണ്ട്സാണ്. ബെനജാൻ എനിക്കറിയാം. ഓക്കെ, ഇനി ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവർ ഈ സാരി ഇവിടെ ഉടുക്കാൻ പോവുകയാണ്. ഏറ്റവും നല്ലതായിട്ട് ഉടുക്കുന്ന ആള് നമ്മൾ മനസ്സിലാക്കും അവർക്കാണ് ഭാര്യയോട് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന്. ഓക്കെ, പറഞ്ഞു തുടങ്ങിയോ? ഇപ്പോഴും പറ്റില്ല. നമ്മളിവിടെ റെഡി 1 2 3 പറഞ്ഞു കഴിയുമ്പോഴേ തുടങ്ങാവൂ. എല്ലാവരും സാരി കൈ കിട്ടിയല്ലോ? റെഡി ആണല്ലോ അല്ലേ? എല്ലാവരും ആ ഒരേ ലൈനിലൊന്നും വന്നിങ്ങോട്ട് പ്ലീസ്. കൈയൊക്കെ അകത്താനുള്ള സൗകര്യമൊക്കെ കൊടുത്തിട്ട് വേണം. എല്ലാത്തിനും നീളമുണ്ട്, കറക്റ്റ് നീളമാണ്. അപ്പൊ റെഡി 1 2 3 4. ബിബി പെട്ടെന്ന് ചെയ്യൂ. പാവാട ഇല്ലാതെ സാരി കൊടുത്താൽ മതി. മുണ്ടെടുത്ത് ശീലമുള്ളതുകൊണ്ട് സാരി കൊടുക്കാൻ എളുപ്പമായിരിക്കും. 2 കൈയും 2 കാലും ഉപയോഗിച്ച് സാരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ടൈമർ വെച്ചു, 1 മിനിറ്റ് ടൈമർ. സ്പീഡിൽ ചെയ്യുന്നതിന് സ്പെഷ്യൽ പ്രൈസ് ഇല്ല കേട്ടോ. ശരി കൊടുക്കാൻ നോക്കണം. ഉരിഞ്ഞു പോകുന്നത് സമ്മതിക്കുന്നില്ല. അത് ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇതാണോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് ചെയ്യുന്നത്? 13 സെക്കൻഡുകൾ മാത്രം. 7 6 5 4 3 2 1. ഇത് നമ്മള് തിരുവല്ല സൈഡിൽ നിന്നാന്ന് തോന്നുന്നു. ഇതേതോ സാമ്യാന്ന് തോന്നുന്നല്ലോ. ഇതിനൊക്കെ എങ്ങനെ മാർക്ക് കൊടുക്കും ദൈവമേ? ഇവിടെ സാരി ഉടുത്തിരിക്കുന്ന 3 ലേഡിയും ഈ സാരി ഉടുത്ത മുതലുകളുടെ ഏതെങ്കിലും അവകാശികളുണ്ടെങ്കിൽ വരൂ 3 പേര്. ഇവിടെ സാരി എടുത്ത ആരും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ മിനി ബിജു ജഡ്ജായിട്ട് വന്നിട്ടുണ്ട്. ആ വേദിയിലേക്ക് കയറിക്കാണ്ട് പ്ലീസ്. എല്ലാവരും ഒന്ന് കൈ വിളിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ച്. ഒരു റാമ്പ് വാക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ
ജഡ്ജസിന്റെ കോമന്റ്സും കൂടെ കേട്ട് നോക്കാം. ഫ്യൂ മിനിറ്റ്സ് കൊടുക്കാം അവന് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതുവരെ ഉടുത്തിട്ട് അത് ശരിയാവണില്ല. നമ്മുടെയൊക്കെ കഷ്ടപ്പാട്. എന്ത് തോന്നണം സാരി ഉടുക്കുന്നത്, സാരി ഉടുത്തിട്ട്. ഈ ബെൻചാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഏതാണ്ട് ഏകദേശം പണി അറിയാവുന്ന ആളാന്ന് തോന്നുന്നു കേട്ടോ. ബന്ധങ്ങള് രണ്ട് കൽപ്പിച്ച വീണ്ടും കൊടുക്കാൻ ശ്രമിക്കുക. ഷാജിപ്പാപ്പോ ചേച്ചി ഉടുപ്പിച്ചു കൊടുക്കാനാ നോക്കിയാ സാരി ഉടുക്കാനാ പറഞ്ഞു, ഉടുപ്പെടുക്കാനല്ല പറഞ്ഞത്. ഡിസിഷൻ ആയോ? നമ്മുടെ രണ്ട് ജഡ്ജസും ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ ഒരു തീരുമാനമായിട്ട് വരും. ഇല്ലില്ല കാശ് മേടിക്കാൻ പറ്റില്ല. എത്ര വന്നു? വളരെ ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ തീരുമാനം എടുക്കാൻ പറ്റണ്ട. അപ്പൊ ജഡ്ജസിന് 3 പേരുടെ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ജഡ്ജസ് നമ്പർ 1 നമ്മുടെ സജി. എന്താ കയ്യേ അടിപൊളി. നിമ്മിയുടെ എന്തോ സ്പെഷ്യൽ ട്രെയിനിങ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്പർ 2 is ബെന്നുണ്ട്. നമ്പർ 3 ആരാ?